അപ്പം ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർ പേടിക്കും. ഈ പെപ്പിടി വിദ്യൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? ഫ്ലാഷ് ബാക്ക്. ഈ പടം നയിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അനാരോഗ്യവും പ്രായാധിക്യവും അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് പുള്ളി നിയമസഭയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് ശരശൈലിയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി സഹ. നമുക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും കാലം പടം നയിച്ച് ഒരു പരുവത്തിലായി 10 കൊല്ലം കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്ന് ഭരിച്ച് ഏക ഛത്രാധിപതിയായിട്ടിരുന്ന ആളാണ് ഇല്ലേ. 30-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചിരുന്ന ആളിപ്പോൾ ഒരു അകമ്പടിയില്ല. ഒരകമ്പടിയില്ല. ഇപ്പോൾ പാറ്റന്റ് ആകാൻ വേണ്ട, ഫയർ എഞ്ചിനും വേണ്ട, അതുപോലെ ആംബുലൻസ് വേണ്ട. ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന് സുഖമായിട്ട് നടക്കാം. ആരും ഒന്നും ചെയ്യില്ല. ഇപ്പം കഴിഞ്ഞ നിയമസഭയിൽ വളരെ ഘോരമായിട്ട് പ്രസംഗിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ പി രാജീവ് ഉണ്ടായിരുന്നുള്ളൂ. താത്വികനായിരുന്നു, പ്രത്യയശാസ്ത്ര വിശാരദനായിരുന്നു. അദ്ദേഹത്തിന് വിശാരദത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. പക്ഷേ നിയമസഭയിൽ കയറാൻ പറ്റിയില്ല, തോറ്റുപോയി. എം പി രാജേഷ് വേറൊരു ചിന്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാവരും തോറ്റ് തട്ടുമ്പുറത്ത് കയറി. ശൈലജ ടീച്ചർ അവിടെ, വീണ ജോർജ് അവിടെ, CPIയുടെ പ്രസാദും രാജനും മാത്രമാണ് കട്ടിച്ച് രക്ഷപ്പെട്ടത്. ബാക്കിയെല്ലാവരും തോറ്റുപോയി. ആരും ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം തെറ്റി പറഞ്ഞതിന് ഒരാൾക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ. അത്രയല്ലേ ഉള്ളൂ. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അത് ഇപ്പോഴല്ലേ പരാതി കൊടുത്തു. എനിക്കെതിരെ അദ്ദേഹം എത്ര കൊല്ലം മുമ്പ് 50 ലക്ഷം രൂപ ചോദിച്ച് വക്കീൽ നോട്ടീസ് അയച്ചല്ലേ. എന്നിട്ട് അപ്പോൾ ഇതൊന്നും കേട്ടാലും ജയശങ്കർ പേടിക്കില്ല, ചെന്നിത്തല ചിലപ്പോൾ പേടിക്കുമായിരിക്കും. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാഹന വ്യൂഹത്തിൽ ഇപ്പോൾ 39 ഉണ്ടായിരുന്നുള്ളൂ, 40 ഇല്ലായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം, പറയേണ്ട സ്ഥലത്ത് പറഞ്ഞോളാം. അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർ പേടിക്കും. ഈ പെപ്പിടി വിദ്യൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആംബുലൻസിൻ്റെയും ഫയർ എഞ്ചിൻ്റെയും അകമ്പടിയോട് യാത്ര ചെയ്ത വീട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് അച്യുതമേനോനാണ് കേരള മുഖ്യമന്ത്രി. അച്യുതമേനോൻ, കരുണാകരൻ, പിന്നീട് AK ആന്റണി. മരിച്ച ആംബുലൻസിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരുടെ വാഹന വ്യൂഹത്തിൽ ആംബുലൻസ് ഞാൻ കണ്ടിരുന്നില്ല മുമ്പ്. അതെ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.